ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബനാന ബ്രെഡ്, ബനാന കൊണ്ടുള്ള ബ്രെഡ്. ഇതിലേക്കുള്ള ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അൺസോൾട്ടഡ് ബട്ടർ 1/2 കപ്പ്, ഷുഗർ 3/4 കപ്പ്, നന്നായിട്ട് പഴുത്ത പഴം 3 എണ്ണം, റൂം ടെമ്പറേച്ചറിൽ വച്ചിരിക്കുന്ന മുട്ട 2 എണ്ണം, ഓൾ പർപ്പസ് ഫ്ലവർ 1/2 കപ്പ്, ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, ജാതിക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, വാനില എക്സ്ട്രാക്റ്റ് 1/2 ടീസ്പൂൺ, റോസ്റ്റഡ് വാൾനട്ട്സ് 1/4 കപ്പ്, റോസ്റ്റഡ് ആൽമണ്ട്സ് 1/4 കപ്പ്, റൈസിൻസ് 1/2 കപ്പ്, ഒലിവ് ഓയിൽ, പാൻ ഗ്രീസ് ചെയ്യാൻ ആവശ്യമുള്ളത്. ആദ്യം ഒരു പാത്രത്തിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ, 3/4 കപ്പ് ഷുഗർ എന്നിവയിട്ട് ഒരു എഗ് ബീറ്റർ കൊണ്ട് മീഡിയം ടു ഹൈ സ്പീഡിൽ വച്ച് ക്രീമായിട്ട് എടുക്കുക. ഇനി ഒരു പാത്രത്തിൽ എടുത്തു വച്ചിരിക്കുന്ന നന്നായിട്ട് പഴുത്ത 3 പഴം തൊലി കളഞ്ഞതിന് ശേഷം മാഷ് ചെയ്തെടുക്കുക. ഈ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിലോട്ട് റൂം ടെമ്പറേച്ചറിൽ വച്ച 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്യുക. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും മുട്ടയും കൂടി നമ്മൾ ആദ്യം ക്രീമാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിൽ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ജാതിക്കാപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവയിട്ട് ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇതിനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം, മുട്ട, ബട്ടർ മിക്സിലോട്ട് ആഡ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ്, എടുത്തു വച്ചിരിക്കുന്ന വാൾനട്ട്, ആൽമണ്ട്, റൈസിൻസ് എന്നിവയിട്ട് ഒരു സ്പാച്ചില വെച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. നട്ട്സ് ഓപ്ഷണലാണ്. നട്ട്സ് അലർജി ഉള്ളവർ നട്ട്സ് യൂസ് ചെയ്യണ്ട. ഇനി ഒരു ബേക്കിംഗ് പാൻ എടുത്ത് അതിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒലിവ് ഓയിൽ ആവശ്യത്തിന് ഗ്രീസ് ചെയ്ത ശേഷം 1/2 ടീസ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ ഇട്ട് ഷേക്ക് ചെയ്ത ശേഷം എക്സസ് ആയിട്ടുള്ള ഫ്ലവർ ഇതുപോലെ തട്ടിക്കളയുക. ഇതുപോലെ ചെയ്ത ബനാന ബ്രെഡ് ബാറ്റർ പാനിൽ സ്റ്റിക്ക് ചെയ്യുകയില്ല.
ഈ പാനിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബനാന ബ്രെഡ് ബാറ്റർ ഒഴിച്ച് മുകൾ ഭാഗം ഇതുപോലെ സ്മൂത്ത് ചെയ്യുക. ഇനി നമ്മൾ 350 ഡിഗ്രി ഫാരൻഹീറ്റായി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലോട്ട് വെച്ച് 50 തൊട്ട് 55 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കുക. ഇതൊരു ടിപ്പാണ്. ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് എടുത്ത് ബനാന ബ്രെഡിൻ്റെ മിഡിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ടൂത്ത് പിക്കിൽ ബനാന ബാറ്റർ ഒട്ടിപ്പിടിക്കാതെ ക്ലീൻ ആയിട്ട് വന്നാൽ ബനാന ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചായയുടെ കൂടെ സെർവ് ചെയ്യുക. നമ്മുടെ സ്വാദിഷ്ടമായ ബനാന ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.